എന്നും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കളിത്തോഴനാണ് മനുഷ്യൻ. ഈ സമയങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ അയാൾ നന്നായി കഷ്ടപ്പെടും. മനസ്സും മനസാക്ഷിയും തമ്മിൽ നടക്കുന്ന ഒരു വലിയ പോരാട്ടത്തിനൊടുവിൽ അയാളൊരു തീരുമാനത്തിലെത്തും. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതായിരിക്കും അയാളുടെ ശരി. ഹലോ, ഇത് ബായുടെ നമ്പർ അല്ലേ? അതെ, ബായാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരാളെ കൊല്ലണം. ആരെ? അത് നേരിട്ട് പറയാം. ഹലോ ഹലോ, നിങ്ങൾ ആരാണ്? ഹലോ ഹലോ. നിങ്ങൾ 3-4 തവണ വിളിച്ചിട്ട് കാണണമെന്നല്ലാതെ കൃത്യമായിട്ടുള്ള കാര്യം പറയുന്നില്ലല്ലോ. എടാ അബി, നിങ്ങളൊരു ടീച്ചറാണെന്നാണല്ലോ പറഞ്ഞത്. കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായി. നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ എത്ര തവണ ചോദിക്കണം? ചുമ്മാ ഒരാളെ കൊല്ലാന്നൊക്കെ പറഞ്ഞ. അബി, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. എനിക്കറിയില്ല അതിൻ്റെ രീതി. അതെ, നിങ്ങളിങ്ങനെ ഒന്നും പറയാന്നിട്ട് കാര്യമില്ല. പറയുന്നതിൽ ന്യായമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ മാത്രം. അല്ലാതെ ചുമ്മാ ആളുകളെ കൊന്നു നടക്കുന്ന ആളുകളല്ല ഞങ്ങൾ. ഞാനൊരു ടീച്ചറാണ്. ഭർത്താവ് ആർമിയിലായിരുന്നു. അദ്ദേഹം ഇപ്പം ഇല്ല. ഞാനും എൻ്റെ മോളും മാത്രമാണ് വീട്ടിലുള്ളത്. അച്ഛനില്ലാത്ത ദുഃഖം അറിയിക്കാതെയാണ് ഞാൻ അവളെ വളർത്തിയത്. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഒരു ദിവസം മോള് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ പുറകിൽ നടന്ന് ശല്യം ചെയ്യാത്ര. ഞാൻ അവളെ സമാധാനിപ്പിച്ചു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞു. ആരാത്? വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ തന്നെയാണ്. കഞ്ചാവ്, മയക്കുമരുന്ന് ഇനി ഉപയോഗിക്കാനായിട്ട് ബാക്കിയൊന്നുമില്ല. ഇത് നിങ്ങൾ പോലീസിനൊരു പരാതി കൊടുത്താൽ പോരെ? വെറുതെ ഞങ്ങളെ ഇടപെടുത്തണോ? പോലീസുകാരോടൊക്കെ പറഞ്ഞതാ, ഒരു കാര്യമില്ല. അതെന്താ? ആർക്കെന്നൊരു വലിയ ബിസിനസ്സുകാരൻ്റെ വലം കൈയാണ് അവൻ. അതിന് എടാ അബി, അവർ പറയട്ടെ, ടീച്ചർ പറയൂ. അന്ന് ഒരു ദിവസം എടീ, ഇവിടെ പാടി. എൻ്റെ മോളെ അവൻ അവനെൻ്റെ മോളെ അത് ഞങ്ങൾ നോക്കാം. ആളെ കാണിച്ചു തന്നാൽ മതി. പിന്നെ 5 ലക്ഷം വേണം. ബോഡി മറവിയുന്നുണ്ടെങ്കിൽ അതിന് വേറെയും വേണം. ശരി, ഇപ്പം എത്രയാ? ഞാൻ വേണ്ട. പിന്നെ 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എന്താ അത്? അവൻ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പം അവിടെ വന്നാലും മതി. പിന്നെ അവൻ്റെ ഒരു തുള്ളി ചോര പോലും എൻ്റെ വീട്ടിൽ വീഴരുത്. ശരി, നിങ്ങൾ വിളിക്കേ, ഞങ്ങൾ നോക്കണം. അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ? പ്ലാൻ ചെയ്യും.
വേണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞാൽ അവൻ വരും. വന്നു കഴിഞ്ഞാൽ നേരെ ഞാൻ ഈ മുറിയിലേക്ക് എത്തിക്കാം. എടേ ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. അവളെയാണ് എനിക്ക് വേണ്ടത്. അവനെ അങ്ങോട്ട് പിടിക്കണം. അടങ്ങി നിൽക്കണം. ബായ്, അവരോട് പോയി പറഞ്ഞിട്ട് ആ ക്യാഷ് വേണ്ടി വരും. ഇവൻ്റെ കാര്യം ഞങ്ങൾ നോക്കാം. ശ്രദ്ധിക്കണം. എന്റെ മോനെയാണ് ഞാൻ. അപ്പൊ ഈ കുട്ടി ലഹരി തലയ്ക്ക് പിടിച്ചാ പിന്നെ അവനൊരു മൃഗമാണ്. സ്വന്തം കൂടപ്പിറപ്പാണെന്ന് പോലും നോക്കാതെയാണ് അവൻ. എനിക്ക് വേറെ വഴിയില്ല എന്നിട്ട് പൈസ ഷെൽഫിലുണ്ട്. ഒരമ്മയുടെ നിസ്സഹായതയ്ക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അയാളൊന്ന് പകച്ചുപോയി. സ്വന്തം ബന്ധങ്ങൾ പോലും മനസ്സിലാവാത്ത വിധം, രക്തബന്ധത്തെ പോലും തിരിച്ചറിയാത്ത വിധം ലഹരി ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും കൈകളിൽ നിന്ന് നമ്മുടെ നാട് രക്ഷപ്പെടട്ടെ. ഇനി ഒരമ്മയ്ക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ.